ഇന്റർനെറ്റൊക്കെ വേഗതയുണ്ടെങ്കിലും ചില അവസരങ്ങളിൽ നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റ് സന്ദർശിച്ചിട്ട് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആ ഡൗൺലോഡിങ് വളരെ പതുക്കെ ആവുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ നമുക്ക് ഈ ഡൗൺലോഡിങ്ങിന്റെ വേഗത 20 മുതൽ 30% വരെ വർദ്ധിപ്പിക്കേണ്ട ഓപ്ഷൻ നമ്മുടെയൊക്കെ ക്രോം ബ്രൗസറിനകത്ത് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചില ഘട്ടത്തിൽ ചില വെബ്സൈറ്റ് സന്ദർശിക്കുന്ന സമയത്ത് ആ വെബ് പേജ് ലോഡാകാൻ അല്പം സമയമെടുക്കുന്നത് കാണാം നിങ്ങൾക്ക്. ഇന്റർനെറ്റ് ഒക്കെ വേഗതയുണ്ടെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ. വെബ്സൈറ്റ് ഒന്ന് ലോഡാകാൻ സമയമെടുക്കും. എന്നാൽ ഈ വെബ്സൈറ്റ് ഒക്കെ വളരെ വേഗത്തിൽ ലോഡാകാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്രോം ബ്രൗസറിനകത്ത് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഇന്റർനെറ്റ് വേഗതയുണ്ടെങ്കിലും നമ്മൾ ചില വെബ്സൈറ്റുകൾ സന്ദർശിച്ചിട്ട് ആ വെബ്സൈറ്റ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ചില കുടുക്കങ്ങൾ നിങ്ങൾക്ക് കാണാം. അതായത് സ്പീഡിൽ നമുക്ക് സ്ക്രോൾ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത് പരിഹരിക്കാനുള്ള ഓപ്ഷനും നമ്മുടെ ഗൂഗിൾ ക്രോമിനകത്തുണ്ട്. പക്ഷേ ഈ ഓപ്ഷനൊക്കെ നിങ്ങൾക്ക് ഒരിക്കലും ഗൂഗിൾ ക്രോമിന്റെ സെറ്റിംഗ്സിനകത്ത് നിന്ന് ലഭിക്കില്ല. കാരണം ഇത് പരീക്ഷണാടിസ്ഥാനത്തിലായതുകൊണ്ട് തന്നെ ഗൂഗിൾ ക്രോം ഈ സെറ്റിംഗ്സ് ഒക്കെ ഹൈഡായി വെച്ചിരിക്കുകയാണ്. അതിനായിട്ട് ഒരു കോഡ് ഉണ്ട്. ആ കോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ സെറ്റിംഗ്സ് ഒക്കെ ഓൺ ആക്കിയിട്ട് ഈ മികച്ച ഓപ്ഷനൊക്കെ നമുക്ക് ഉപയോഗിച്ച് നോക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ 3 സെറ്റിംഗ്സ് എന്താണെന്നും അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ആദ്യം നിങ്ങളുടെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സെർച്ച് ബാറില്ല മുകളിലത്തെ അഡ്രസ് ബാറിൽ നിങ്ങൾ ക്രോം എന്ന് തന്നെ ടൈപ്പ് ചെയ്യുക. ക്രോം എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ക്രോം /#ഫ്ലാക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും. ഇങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് മുഴുവനായിട്ട് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് താഴെയുള്ള എൻ്റർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു പേജ് ഓപ്പണായി കിട്ടുന്നതാണ്. ഇതിനകത്ത് നിരവധി ഓപ്ഷൻ ഡിസേബിൾ ആയിട്ടും എനേബിൾ ആയിട്ടും ഒക്കെ കിടക്കുന്നുണ്ടാകും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യവും നിങ്ങൾ ഡിസേബിൾ ചെയ്യാനോ എനേബിൾ ചെയ്യാനോ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രോം ബ്രൗസറിൽ ഒരുപാട് സെക്യൂരിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം ഇതിനകത്തെ ഭൂരിഭാഗം ഓപ്ഷനും ഗൂഗിൾ ക്രോമിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ളതല്ല. ഗൂഗിൾ ക്രോം അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ സെറ്റിങ്സിൽ നിങ്ങൾ മാറ്റം വരുത്താൻ പാടുള്ളൂ. അല്ലെങ്കിലും സെക്യൂരിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇവിടെ മുകളിൽ നിങ്ങൾക്ക് ഒരു സെർച്ച് ബാർ കാണാം. ആ സെർച്ച് ബാറിൽ ആദ്യം നിങ്ങൾ ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് പാരലൽ ഡൗൺലോഡിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും. ജസ്റ്റ് അതിൻ്റെ താഴെ നിങ്ങൾക്ക് ഡീഫോൾട്ട് എന്ന് കാണാം. അതിൻ്റെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനേബിൾ ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും. ഇനി നിങ്ങൾ ക്രോം ബ്രൗസർ ഒന്ന് എക്സിറ്റ് പോയിട്ട് വീണ്ടും തുറക്കുക. അങ്ങനെ റീസ്റ്റാർട്ട് ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഓപ്ഷന് ലഭിക്കുകയുള്ളൂ. സെറ്റ് ചെയ്ത് എക്സിറ്റ് പോയി തുറക്കുന്നതോടെ ഈ ഒരു ഓപ്ഷൻ നമ്മുടെ ഫോണിൽ സെറ്റ് ആകുന്നതാണ്. ഇത് എനേബിൾ ചെയ്യുന്നത് കൊണ്ടുള്ള ഉപകാരം ഞാൻ പറഞ്ഞു തരാം. സാധാരണയായിട്ട് നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റിൽ പോയിട്ട് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഫയലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നാണ് നമുക്ക് ക്രോം ബ്രൗസർ ആ ഫയൽ ഡൗൺലോഡ് ചെയ്ത് തരുന്നത്. ഈ പാരലൽ ഡൗൺലോഡിംഗ് ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ അതിന് പകരമായിട്ട് ആ ഫയൽ 3 ഭാഗങ്ങളോ 4 ഭാഗങ്ങളോ ഒക്കെ ആയിട്ട് ഒരുമിച്ച് ഡൗൺലോഡ് ചെയ്ത് തരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡൗൺലോഡിങ്ങിൻ്റെ വേഗത വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതുപോലെ വളരെ പെട്ടെന്ന് ആ ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ എല്ലാ വെബ്സൈറ്റുകളിലും വർക്ക് ചെയ്യില്ല. കാരണം ചില വെബ്സൈറ്റുകൾ ഇതുപോലെ തന്നെ ഫയലുകൾ ഭാഗിച്ച് ഒരുമിച്ച് ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷൻ എനേബിൾ ആക്കി തരില്ല. അതുകൊണ്ട് തന്നെ ആ സൈറ്റുകളൊക്കെ നോർമൽ വേഗതയിൽ മാത്രമേ ഡൗൺലോഡ് ആവുകയുള്ളൂ. എങ്കിലും നമുക്ക് ഭൂരിഭാഗം വെബ്സൈറ്റുകളിൽ നിന്നുള്ള ഫയലുകൾ വളരെ പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഒരു ഓപ്ഷനാണിത്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞു തരാം. നിങ്ങൾ QUIC എന്ന് ടൈപ്പ് ചെയ്യുക സെർച്ച് ബാറിൽ. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പെരിമെൻ്റൽ പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓണായി കിട്ടും. അതും ഡീഫോൾട്ടിലായിരിക്കും ഉണ്ടാകുക. അതിൻ്റെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തെ പോലെ തന്നെ എക്സിറ്റ് പോയിട്ട് ഓപ്പൺ ചെയ്താൽ മാത്രമേ ഇത് നമ്മുടെ ക്രോമിനകത്ത് സെറ്റ് ആവുകയുള്ളൂ. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുന്ന സമയത്ത് നമ്മുടെ ഇൻ്റർനെറ്റ് വേഗത ഉണ്ടെങ്കിൽ ആ വെബ്സൈറ്റ് നമുക്ക് വളരെ പെട്ടെന്ന് ലോഡായി കിട്ടും. ചില വെബ്സൈറ്റുകൾ നിങ്ങൾ ഓൺ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടില്ല, അതിൻ്റെ പിക്ചറും കാര്യങ്ങളൊക്കെ ലോഡായി കിട്ടാൻ അല്പം സമയമെടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നതോടെ ആ പ്രശ്നത്തിന് പരിഹാരമാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞു തരാം. അതിനായിട്ട് നിങ്ങൾ ഈ മുകളിലത്തെ സെർച്ച് ബാറിൽ സ്മൂത്ത് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്മൂത്ത് സ്ക്രോളിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതും ഡീഫോൾട്ടിലായിരിക്കും ഉണ്ടാകുക. അത് മാറ്റിയിട്ട് നിങ്ങൾ എനേബിളിൽ കൊടുക്കാം. ഇങ്ങനെ എനേബിൾ കൊടുത്തിട്ട് നിങ്ങൾ ക്രോം ബ്രൗസർ ഒന്ന് എക്സിറ്റ് പോയിട്ട് വീണ്ടും തുറക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫോണിൽ സെറ്റാകുന്നതാണ്. ഇത് സെറ്റാകുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് സന്ദർശിച്ചിട്ട് ആ വെബ്സൈറ്റ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു പിടുത്തം, നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ചില വെബ്സൈറ്റുകളുണ്ട്. അത്തരം വെബ്സൈറ്റുകൾ വളരെ സ്മൂത്തായിട്ട് നമുക്ക് സ്ക്രോൾ ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ അനുവദിക്കുന്നതാണ്. ഇനി ഈ കാര്യങ്ങളൊക്കെ ആക്ടിവേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡിസേബിൾ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സെറ്റിങ്സിൽ എന്തൊക്കെ മാറ്റം വരുത്തിയെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ റീസെറ്റ് ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിലേക്കൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരെ
ക്രോം ബ്രൗസർ ഒന്ന് എക്സിറ്റ് പോയിട്ട് വീണ്ടും തുറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്രോം ബ്രൗസർ എങ്ങനെയായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ തിരിച്ചു കിട്ടുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റടെക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.